ഈ പോക്ക് മുന്നോട്ട് പോയാൽ കേരളത്തിൽ ഒരു കാലത്തും തിരിച്ചു വരാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 80 സീറ്റിന് മുകളിലാണ് UDFന് ഭൂരിപക്ഷമുള്ളതെങ്കിൽ അത് 100 സീറ്റ് കടക്കും. കാരണം ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനം, ഈ പാർട്ടി ഇവിടെ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് സഖാക്കൾ ഈ നാട്ടിലുണ്ട്. അവർക്കുണ്ടായ മുൻ അനുഭവങ്ങൾ, പശ്ചിമബംഗാളിലെ അനുഭവം, ത്രിപുരയിലെ അനുഭവം, അതിനേക്കാളും മോശപ്പെട്ട അവസ്ഥയിലേക്ക് ഒരു കുടുംബത്തിൻ്റെ പാർട്ടിയാക്കി, ഒരു കുടുംബത്തിൻ്റെ ഗവൺമെൻറ്റാക്കി, ഈ ഗവൺമെൻറ്റിനെ മാറ്റി ഞാൻ പറയുന്ന മരുമോനിസവും പിണറായിസവും അത് മാത്രമായി പാർട്ടി ചുരുങ്ങി ഈ പോക്ക് മുന്നോട്ട് പോയാൽ കേരളത്തിൽ ഒരു കാലത്തും തിരിച്ചു വരാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയില്ല എന്ന് തിരിച്ചറിയുന്ന കേരളത്തിലെ വൃത്തിയുള്ള കമ്മ്യൂണിസ്റ്റുകാരായ സഖാക്കൾ അവർ ഈ പറയുന്നത് പോലെ 26 മാർച്ച് ഏപ്രിലിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായിസത്തിനെതിരെ ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടാവും. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യമായി വോട്ട് ചെയ്യുന്ന സഖാവ് അവരായിരിക്കും ക്യൂവിൻ്റെ ഏറ്റവും മുമ്പിൽ, അവരായിരിക്കും പിണറായിസത്തിനെതിരെ ആദ്യത്തെ വോട്ട് നിലമ്പൂരിൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ ആവർത്തിച്ച് പറയുന്നു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആദ്യമായി വോട്ട് ചെയ്യുന്ന കേരളത്തിലെ മുഴുവൻ ബൂത്തുകളിലും അത് കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും, അത് പിണറായിസത്തിനെതിരായിരിക്കും. അതാണ് ഇവിടെ വരാൻ പോകുന്ന ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി. അതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ സഖാക്കളെയും അതുപോലെ തന്നെ ജനങ്ങളെയും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഈ പിണറായിസ കുടുംബാധിപത്യ മരുമോനിസ രാഷ്ട്രീയം അവസാനിപ്പിച്ച് കേരളത്തിലെ രക്ഷപ്പെടുത്താൻ UDFനോട് സഹകരിക്കണമെന്ന് വിനീതമായി ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം UDFൻ്റെ മുഴുവൻ നേതാക്കളും, ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ ശ്രീ VD സതീശൻ, KPCCയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, ശ്രീ രമേശ് ചെന്നിത്തല തുടങ്ങിയ മുഴുവൻ നേതാക്കൾ, മലപ്പുറം ജില്ലയിൽ നിന്നുള്ള പാർട്ടിയുടെ KPCCയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് ശ്രീ AP അനിൽകുമാർ, ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങൾ, ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അതുപോലെ തന്നെ മറ്റുള്ള ഘടകകക്ഷികൾ, ബഹുമാനപ്പെട്ട PJ ജോസഫ് സാറ്, ഷിബു ബേബി ജോൺ തുടങ്ങി മുഴുവൻ ആളുകൾക്കും, അതോടൊപ്പം AICCയുടെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട KC വേണുഗോപാലിനും UDFുമായി ബന്ധപ്പെട്ട മറ്റു മുഴുവൻ നേതാക്കൾക്കും പ്രവർത്തകർക്കും എന്നെ പിന്തുണച്ച, പല വിഷയങ്ങളിലും ധാർമ്മികമായി എനിക്ക് പിന്തുണ നൽകിയ കേരളത്തിലെ പത്രമാധ്യമ പ്രവർത്തകർക്കുൾപ്പെടെ മുഴുവൻ ആളുകൾക്കും ഈ അവസരത്തിൽ നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും ബഹുമാനവും ആദരവും അറിയിക്കുകയാണ്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ ബൂസ്റ്റുള്ള വിജയം UDF ഉണ്ടായിരുന്നു. പിന്നാലെയാണ് മുന്നണി പ്രവേശനം. അപ്പോൾ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ മത്സരരംഗത്തേക്ക് ഉണ്ടാവുമോ? ഇല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുക എന്നതിലപ്പുറം എന്നെ സംബന്ധിച്ച് ഞാൻ ജനങ്ങളോട് പറഞ്ഞ ചില കാര്യങ്ങൾ, ഈ പിണറായി ഗവൺമെൻറ്റിനെ താഴെ ഇറക്കി ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിനെ അധികാരത്തിൽ എത്തിക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് ഞാൻ രാജിവെച്ച് പുറത്തു വന്നത്.